ഞാൻ ഇപ്പൊ വന്ന ഉടനെ ഇങ്ങോട്ട് കയറി നേരെ ഫിക്സിംഗ് പരിപാടി തുടങ്ങുകയായിരുന്നു. ഞാൻ ഷോപ്പ് കാണിക്കാൻ മറന്നു. ഇവിടെ കുറെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ട് ഓഫീസ്. ഇതിന്റെ മുകളിൽ സർവീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഓക്കെ, അതൊന്ന് കാണാമോ? കയറി ഡിവൈസ് സർവീസ് കഴിഞ്ഞിട്ട് ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഇതാണ്. എല്ലാ ഡിവൈസും നമ്മൾ സർവീസ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഇതിപ്പം ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. അത് സർവീസ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന സാധനമാണ്. എന്ത് ഡിസ്പ്ലേ ആണോ ചെക്ക് ചെയ്യുന്നത്? ഇത് അല്ല, മെഷീൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കും. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ, എന്ത് കംപ്ലൈന്റ് ആണ്? ഇത് മദർബോർഡ് കംപ്ലൈന്റ് ആയിട്ട് വന്നത് നമ്മൾ റെഡിയാക്കി ഓണാക്കി വെച്ചേക്കുന്നത്. ടെസ്റ്റിംഗ് ആണ്. അതെന്തോ അവിടെ കുത്തി വെച്ചേക്കുന്നത് അതിന്റെ ആണോ? ഐമാക് പോലത്തുള്ള വലിയ പീസുകൾ ചില സമയത്ത് ഓവർ ടെമ്പറേച്ചർ വന്നിട്ട് ഓഫ് ആയി പോകുന്ന വിഷയങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഈ ഐമാക് ഇപ്പൊ ഇത് വർക്ക് കഴിഞ്ഞിട്ട് ഇതിപ്പോ ടെസ്റ്റിംഗ് ടൈമിൽ ഇതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നുണ്ടോ, ടെമ്പറേച്ചർ നോർമൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ്. ഇതിന്റെ സെൻസർ നമ്മളിവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്, ബാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും അല്ലേ? അതെ അതെ അതെ. ഇത് ഐമാക്കിനും മാക്ബുക്കിനും എല്ലാം ഈ ഡിവൈസ് ഉപയോഗിക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് കാണിക്കുവാണെങ്കിൽ ഇത് വൈഫൈ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ആയതുകൊണ്ട് നമുക്ക് അതിൽ കയറിയിട്ട് നമുക്ക് അതിന്റെ റിപ്പോർട്ട് എടുക്കാം. ഇത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വരെ പോയിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിലും നമുക്ക് അതിൽ നിന്ന് ഒരു PDF ആയിട്ട് കിട്ടും. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളിരുന്ന് മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇത് ഓണാക്കി ഇട്ടാൽ മാത്രം മതി. റിപ്പോർട്ട് നോക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കിയാൽ മാത്രം മതി. ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇതിപ്പോ ഐമാക്കിലും മാക്ബുക്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് മുകളിലോട്ട് ഇവിടെ നിന്ന് കയറാം. അപ്പൊ ഇതാണല്ലേ സർവീസിന്റെ സ്പേസ്? അതെ, ഇതൊരു നമ്മുടെ മറ്റൊരു സർവീസ് സ്പേസ് ആണ്. നമ്മള് സർവീസിന് ഡിവൈസ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ വെച്ചായിരിക്കും. ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്തിട്ട് മദർബോർഡ് കംപ്ലൈന്റ് ഉള്ള ഡിവൈസ് ആണെങ്കിൽ മദർബോർഡ് മാത്രം സർവീസ് സെന്ററിൽ കൊണ്ടുപോയി സർവീസ് ചെയ്ത്, സർവീസ് സെന്ററിൽ തൊട്ടപ്പുറത്ത് സർവീസ് സെന്ററിൽ പോയി സർവീസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്ത് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത്. അല്ല, സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ തൊട്ടപ്പുറത്ത്. അതിപ്പോ പറയുമ്പോൾ വീഡിയോയിൽ ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ വരും. അതായത് ചിപ്പ് ലെവൽ സർവീസിംഗ് എല്ലാം അവിടെയും അങ്ങനെയല്ലേ? അതെ അതെ, ചിപ്പ് ലെവൽ സർവീസ് എല്ലാം ആ റൂമിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതേപോലെ ബാറ്ററി മാറുന്നത്, ഡിസ്പ്ലേ മാറുന്നത്, അങ്ങനെയുള്ള കേസുകളെല്ലാം ചെയ്യുന്നത് ഇവിടെയായിരുന്നു. ഇതാണ് നമ്മുടെ അടുത്ത ടെക്നീഷ്യൻ. ഓക്കെ, ചേട്ടന്റെ പേര് എങ്ങനെയാണ്? പ്രതീഷ്. ഓക്കെ, ഇവിടത്തെ കുറെ സംഗതികൾ അടുക്കി വെച്ചിട്ടുണ്ട്. സർവീസിന് വരുന്ന സാധനങ്ങളെല്ലാം ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഒരു സെപ്പറേറ്റ് ട്രേ ഒക്കെ ഉണ്ട് ഇതിന്റെ കമ്പോണൻസ് മാറ്റി വെക്കാനായിട്ട്. ഇവിടെ കുറെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ആരെങ്കിലും ഒക്കെ? ഇത് ഞാൻ കോളേജിൽ ഓഡിയോഗ്രാഫി പഠിച്ചോണ്ടിരുന്നപ്പം ഈ സാധനത്തിലാണ് ഓഡിയോ ഒക്കെ ചെയ്തത്. ഇപ്പോഴും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്ബുക്ക് ആണ്. അല്ല, മാക്ബുക്കിലല്ലോ, മാക് പ്രോ. അത് ഇത് കുറെ എണ്ണമൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ആൾക്കാരുടെ കയ്യിലേക്ക് ഇരിപ്പുണ്ടായിരിക്കും. ഇപ്പോഴും ശരിയാക്കാൻ പറ്റും. ഇപ്പോഴും ഇതിന്റെ പാർട്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, ശരിയാക്കാവുന്നേ ഉള്ളൂ. ആണല്ലേ? നമുക്ക് നമ്മുടെ മാക് സർവീസ് ചെയ്ത ആ സ്പേസ് ഉണ്ടല്ലോ, അവിടെ കുറെ സംഗതികൾ ഞാൻ കണ്ടു, കുറെ ഡിവൈസുകൾ. അതും കൂടെ ഒന്ന്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണ്. ഹായ്, പേരെങ്ങനെ? ഗൗതം. ഓക്കെ, അപ്പൊ ഇത് നമ്മള് പണിത സ്ഥലം. ഇവിടെ നമ്മൾ ക്യാമറ ഒക്കെ വെച്ചു. പക്ഷെ ഈ സാധനമൊക്കെ ചേട്ടൻ്റെ കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും കൂടെ വെച്ചാണ് ഞാൻ ക്യാമറ എടുത്തോണ്ടാ പോന്നിരുന്നത്. പക്ഷെ ഇവിടെ ഇത്രയും നല്ല ഒരു സ്പേസ് ആണ്, ഇത്രയും വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ. എന്തായാലും അതിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തന്നു. താങ്ക് യു. ഇവിടെ മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇത് വെച്ചാണ് നമ്മൾ കീബോർഡ് ഫിക്സ് ചെയ്തത് കണ്ടോ. ഓക്കെ, അപ്പൊ ഈ സ്പേസിനെ പറ്റി ഒന്ന് പറഞ്ഞു ചേട്ടാ. ഇവിടെ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ കാണാമല്ലോ. ഇവിടെ മെയിൻ ആയിട്ട് ഈ സ്പേസിൽ ഇതിന്റെ ലോജിക് ബോർഡ് സംബന്ധമായിട്ടുള്ള മാക്ബുക്ക്, ഐഫോൺ, ഐപാഡ്, ഇതിന്റെ എല്ലാത്തിന്റെ ലോജിക് ബോർഡ് സംബന്ധമായിട്ട് വരുന്ന പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസ് സെറ്റപ്പ് ആണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഡയഗ്നോസിങ്ങിന്, റിപ്പയറിങ്ങിന് ഉള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കുറെ എണ്ണം അടുക്കി വെച്ചേക്കുന്നത് മാക്ബുക്ക് അല്ലേ ഇതല്ല? അതെ അതെ. ഒരുപാടുണ്ട് കേട്ടോ. ഇതെല്ലാം സ്പെയർ ആണോ അതോ? അത് സർവീസസിന് വന്നതും സ്പെയർ പാർട്സ് ഒക്കെ ഉണ്ട്. ആണല്ലേ? നൈസ്. ഇവിടെ എല്ലാം അതിന്റെ ഓരോ കമ്പോണൻസ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാടധികം വൃത്തിക്ക് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ കണ്ടുപിടിക്കേണ്ട സംഭവമാണ്. എൻ്റെയൊക്കെ സ്റ്റുഡിയോ ഒരു വീഡിയോ എടുത്തു കഴിയുമ്പോഴേ ഞാൻ ഫുൾ അലങ്കോലമാക്കി അലമ്പാക്കിയിട്ട്. മേളിലും സർവീസ് തന്നെയാണ്. മേളില് ഇതിന്റെ വേറെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പാണ് മേളിലുള്ളത്. ഇതെന്തോ സംഭവം? ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്കിന്റെ മദർ ബോർഡുകൾ, മാക്ബുക്ക്, ഐമാക്, മാക് പ്രോ, ഇതിന്റെയൊക്കെ മദർ ബോർഡുകളിൽ
ആദ്യകാലങ്ങളിൽ ഒക്കെ നമ്മളെ കമ്പ്യൂട്ടറുകളിൽ റിമൂവൽ ടൈപ്പ് ചിപ്സെറ്റുകൾ പ്രോസസ്സറുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പൊ പുതുതായിട്ട് വരുന്ന എല്ലാ മോഡലുകളിലും ഇതുപോലത്തുള്ള മദർ ബോർഡിൽ അറ്റാച്ച് ചെയ്ത് വരുന്ന ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ട് ഇതുപോലത്തെ ചിപ്പുകൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്ത് ഡാമേജ് ആയിട്ടുള്ള ചിപ്പുകളാണ്. ഓക്കെ, അത് ഇന്റലിനൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഫ്യൂസ്ഡ് ആയിട്ടാണ് വരുന്നത്. നേരത്തെ നമ്മളിങ്ങനെ ലോക്ക് മാറ്റി അഴിച്ചെടുക്കുന്ന ആദ്യകാലത്ത് വരുന്നത് ഇതുപോലത്തുള്ള റിമൂവ് ചെയ്യാവുന്ന സോക്കറ്റിൽ വരുന്ന പ്രോസസ്സറുകളും മറ്റുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പൊ വരുന്നത് ഇതേപോലത്തുള്ള മദർ ബോർഡിൽ, അതായത് ഇപ്പൊ നമ്മുടെ പുതിയ മാക്ബുക്കിലൊക്കെ വരുന്ന പോലെ തന്നെ M1 Pro ചിപ്പ്, M1 പ്രോയിലും M1 സീരീസിലും ഇന്റൽ 5ാം ജനറേഷൻ 4ാം ജനറേഷൻ ഒക്കെ മാക്ബുക്കിൽ വരുന്നതെല്ലാം തന്നെ ഓൺ ബോർഡ് ചിപ്പാണ് വരുന്നത്. അപ്പൊ ആ ചിപ്പൊക്കെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള മെഷീൻസിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയുള്ള മെഷീൻസ് ആണ് ഇത്. ക്യാമറയൊക്കെ ഉണ്ടല്ലേ? ക്യാമറയൊക്കെ ഉള്ള നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ സൈഡ് നമ്മൾ കാണുന്നില്ല ഒരിക്കലും. ഇതൊക്കെ എന്ത് സാധനം? ഇതൊക്കെ ഇതിന്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനൊക്കെ ഉള്ള സെൻസേഴ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡിവൈസ് ബൂട്ട് ആകുന്നുണ്ട്. ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുന്നു. അതിത് വർക്ക് ചെയ്യുന്നതിന്റെ സൗണ്ടാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്കിവിടെ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത്. പാർട്സ് റിമൂവ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത്. ഇത് കണ്ടോ, ഇത് കമ്പ്യൂട്ടറിനകത്ത് അല്ല, ഈ മോണിറ്ററിനകത്ത് കാണുമ്പോ ഇത് ഭയങ്കര വലിയ സാധനമാണ്. പക്ഷേ ഇത്രയും കുഞ്ഞി സാധനമാണ്. ഇവിടെ കൈ കൊണ്ടുവരാമോ? ഇപ്പൊ ചൂടായിട്ടില്ല. ഇത് കണ്ടോ, എന്റെ കൈയും ആ സാധനം തമ്മിലുള്ള സൈസിന്റെ വ്യത്യാസം കണ്ടോ? ഇത് കണ്ടോ, അതിനകത്ത് കാണുന്നത് എങ്ങനെയാണ്? വലിയ മാക്രോ ലെൻസ് വെച്ച് എടുക്കുന്ന പോലെ ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാൻഡ് ബൈ മെഷീൻ ആണ്. ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. ഇത് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് 10-15 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ക്ഷീണിച്ചിരിക്കുകയാണ്. അതെ അതെ അതെ. ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതിപ്പോ നമ്മൾ മെയിനായിട്ടും പുതിയ മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റാൻഡ് ബൈക്ക് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇൻ കേസ് വരുവാണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ബാക്കപ്പായിട്ട് വെച്ചേക്കാണ്. കാരണം മെഷീൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്പയർ ചെയ്യാനായിട്ട് സമയം എടുക്കും. പാർട്സ് ഒക്കെ പുറത്തുനിന്ന് വരണം. നമുക്ക് അത്രയും സമയത്ത് വർക്ക് ബ്ലോക്ക് ആവും. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ബൈക്ക് വെച്ചേക്കുന്ന മെഷീൻസ് ആണ്. ഇതിന്റെ അടിയിലും കുറെ iMac ഒക്കെ ഇത് റിപ്പയറിംഗ് മദർ ബോർഡ് കംപ്ലൈന്റ് ഉള്ള റിപ്പയർ ചെയ്യാനൊക്കെ വെച്ചേക്കുന്നത്. ഇതെല്ലാം ഇനി അടുത്ത റിപ്പയറിംഗ് പ്രോസസ് കയറാനുള്ളതാണ്. ഇതൊക്കെ ഐസീസ് മാറാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോ 27 ഇഞ്ച് iMac ആണ്. 2060-70 വരുന്ന 5K iMac ആണിത്. ഇതിന്റെ ഈ ചിപ്പ് കണ്ട് ഇവിടെ അത് ബ്രോക്കൺ ആയിരിക്കുകയാണ്. ചിപ്പ് കണ്ട് ഇവിടെ ബ്രോക്കൺ ആയിരിക്കുകയാണ്. ഇത് ഈ ചിപ്പ് മാറാനുള്ളതാണ്. അതേപോലെ ഇത് 22 ഇഞ്ച് iMac ആണ്. ഇത് ഗ്രാഫിക്സ് ഫെയിലാണ്. ഇത് ഗ്രാഫിക്സ് ഐസി മാറാനുള്ളതാണ്. ഈ ഐസീസ് ഒക്കെ മാറുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ആണോ അവിടെ ഇരിക്കുന്നത്? നമ്മൾ മുമ്പേ കണ്ടത് അപ്പുറത്തിരിക്കുന്ന അതിനകത്ത് അഴിച്ചെടുക്കുന്ന സാധനങ്ങളാണോ ഇതൊക്കെ? ഇതിന്റെ മെഷീൻസ് ഒക്കെ അപ്പുറത്താണ് ഇരിക്കുന്നത്. ഇവിടെ മദർ ബോർഡ് മാത്രമേ വരുള്ളൂ. മെഷീൻസ് എല്ലാം നമ്മുടെ സെപ്പറേറ്റ് സ്പേസിൽ അഴിച്ച് സേഫ് ആയിട്ട് വെച്ചിട്ട് മദർ ബോർഡ് മാത്രമേ നമ്മുടെ സർവീസ് സ്പേസിലോട്ട് എടുക്കൂ. സേഫ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും കൂടെ പറയണം. അതെ അതെ. എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. ആപ്പിൾട്രോണിക്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. മറൈൻ ഡ്രൈവിൽ ഇത് എങ്ങനെയാ ഒന്ന് പറഞ്ഞു കൊടുക്കും? ഇത് മറൈൻ ഡ്രൈവില് താജ് ഹോട്ടലിലെ തൊട്ടടുത്തായിട്ട് പൈനിയർ ടവർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇത് കണ്ടോ, ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടു കേട്ടോ. ഇവിടെ ഒരുപാട് മാക്ക് ഇങ്ങനെ അടുങ്ങി ഇരിപ്പുണ്ട്. അതിനകത്ത് പഴയ മാക്ക് ഇത് കണ്ടോ, ഞാനൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല. ചേട്ടാ ഇതൊന്ന് എടുത്ത് കാണിക്കാം. ഇത് പഴയ മാക്കിന്റെ കോലം വ്യൂവേഴ്സിനെ ഒന്ന് കാണിക്കാൻ. ഇത് കണ്ടോ, അതിന്റെ ആപ്പിൾ ലോഗോ ഉണ്ടോ ഇവിടെ? ലൈറ്റ് ഒക്കെ കത്തും. ഇത് കയറുണ്ടായിരുന്നു. ആപ്പിൾ ലോഗോ ഉള്ളതാണ്. ഇത് പഴയ മോഡലാണ്. അത് ലൈറ്റ് ഒക്കെ കത്തും അല്ലേ? അയ്യോ, എന്തുമാത്രം ഇമ്പ്രൂവ് ആയി നോക്ക്. പവർ ബുക്ക് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ പഴയ മാക് G4 എന്ന് പറയുന്ന പഴയ മോഡലാണ്. ആണല്ലേ? ഇതൊക്കെ നമ്മൾ സർവീസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ. അതൊക്കെ ഏത് കാലഘട്ടം, ഏത് വർഷം? അത് ഇതൊക്കെ ഒരു 10 വർഷത്തിന് മേലെ, 2000-നൊക്കെ മുമ്പ്, 2005 കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ആ സമയത്ത് ഞങ്ങളൊന്നും ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതില്ലല്ലേ, കമ്പ്യൂട്ടർ പഠിക്കാനില്ലല്ലേ നമുക്ക് 2000-ലൊന്നും. ഏത് 2003-ലോ മറ്റാന്ന് തോന്നുന്നു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഒക്കെ പറഞ്ഞത്. അതെ. ഇവിടെ എന്താണ്, ഇതെന്താണ്? ഇത് മാക് പ്രോയുടെ ഒക്കെ അസംബ്ലീസുകളാണ്. ഇത് അതിനകത്ത് വരുന്നതാണോ വെളിയിൽ സെപ്പറേറ്റ്? അകത്ത് വരുന്നതാണ്. ഇത് നമ്മൾ പാർട്സ് വെച്ചേക്കുന്നതാണ് സെപ്പറേറ്റ്. കാണാനൊക്കെ ഭയങ്കര ലുക്ക്. ഇവിടെ നല്ല രീതിയിലാണ്. ഹെവി അസംബ്ലീസ് ആണിത്. ഇത് ആപ്പിളിന്റെ അകത്തെ സാധനങ്ങൾക്ക് ഒരു ഡിസൈൻ ഒടുക്കത്തെ ലുക്ക് കേട്ടോ. അത് മാക് അഴിച്ചപ്പോഴും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നൈസ് ഡിസൈൻ ആയിരുന്നു. ഇവിടെ എല്ലാം എങ്ങോട്ട് തിരിഞ്ഞാലും ഓർഗനൈസ്ഡ് ആണ്. അതാണ് ഇവിടുത്തെ ഒരു കുറെ സാധനം ഇരിക്കുന്നുണ്ടോ. അത് പാർട്സ് എല്ലാം നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓട്ടോമേഷനിലേക്ക് കിടക്കാം. കമോ. ഇത് കണ്ടോ, ഇവിടെ കുറെ
സംഗതികളൊക്കെ ഇരിപ്പോട്ടെ. എന്നാണ് നമുക്ക് ചോദിക്കുക. ഇത് സോൺ ഓഫിന്റെ സ്മാർട്ട് വൈഫൈ സ്വിച്ച് ആണ്. പക്ഷെ നമ്മൾ വെറുതെ സ്വിച്ച് പിടിപ്പിക്കുന്ന പോലെ അല്ല കേട്ടോ ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ ഈ ഒരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് സ്പേസ് ഫുള്ള് മാക്സിമം ഓട്ടോമേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ശരി ചേട്ടാ, ഒന്ന് പറഞ്ഞു കൊടുത്തേ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി. ഇത് നമ്മൾ ഈ സർവീസ് സെന്റർ ഫുള്ള് ഈ 2 സ്പേസും നമ്മുടെ ഫ്രണ്ട് ഓഫീസും സർവീസ് സെന്ററും എല്ലാം മാക്സിമം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കണം. ഇപ്പൊ നമ്മളിവിടെ ഇതിപ്പോ മേളിലോട്ട് കയറി പോകാനായിട്ട് ഞാൻ ജസ്റ്റ് മേലോട്ട് കയറി പോയാൽ അത് നമ്മൾ മോഷൻ സെൻസർ വെച്ചിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ലൈറ്റ് ഓൺ ആയി, ലൈറ്റ് തന്നെ ഓൺ ആകും. അതുപോലെ തന്നെ ആ സ്പേസിലും ലൈറ്റ് തന്നെ ഓൺ ആകും. അതെ, അതായത് പോകുന്ന വഴിക്ക് സ്വിച്ച് ഇടേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ അവിടെ ആളില്ല എന്നുണ്ടെങ്കിൽ ഇത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ ഓഫ് ആയി പോകും. അപ്പൊ നമ്മളത് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ നിൽക്കണ്ട. അതേപോലെ സർവീസ് ടേബിള്, ഇവിടുത്തെ AC, ഡോർ ഓപ്പണിങ്, അതേപോലെ തന്നെ നമ്മൾ ഷട്ടർ ക്ലോസ് ചെയ്യുകയാണെന്നുള്ള ആക്ഷന്, അങ്ങനെ മാക്സിമം നമ്മളിവിടെ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയഗ്നോസിംഗ് ടേബിൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടുത്തെ ഡോറിന്റെ കാര്യം ഇച്ചിരി സ്പെഷ്യലാണ്. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ ഇൻ കേസ് ഈ ഷോപ്പിന്റെ മുതലാളിയാണെന്ന് വിചാരിച്ചു, ചുമ്മാ വിചാരിച്ചാൽ മതി. അപ്പം ഇവിടുന്ന് ഞാൻ ഇറങ്ങി പോവാണ്. ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ ഹോം ബോർഡ് ഇരിപ്പുണ്ട്. ഹോം ബോർഡിനോട് പറയാം, മോനെ തുറന്നാടാ എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, നമ്മുടെ ലോക്ക് തുറക്കും. അതിനുശേഷം എനിക്കിത് തുറന്നിറങ്ങി പോവാം. പക്ഷെ അതിനുശേഷം ഇത് പൂട്ടേണ്ട ആവശ്യമില്ല. മീൻസ് തന്നെ ഞാൻ പുറത്തു പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് അടയും. അതായത് ഫിസിക്കലി കീയിട്ട് ലോക്ക് ചെയ്യണ്ട, നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ലോക്കാവും. ഇപ്പൊ കാണിച്ചു തരാം. അതിന് തുറക്കണേ. ഓക്കെ, ഇപ്പൊ അജിത്ത് പുറത്തു പോയി, ഡോർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അജിത്തിനെ തിരിച്ച് അകത്തോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഹോം ബോർഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കി കിട്ടും. ഹേ സിരി, ഓപ്പൺ ദി ഡോർ. ഓപ്പൺ ആയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താലും മതി. കണ്ടോ, അടിപൊളി സെറ്റ് തന്നെ. അത് മാത്രമല്ല കേട്ടോ, ഇപ്പം ഞാനായോണ്ടാണ് ഇത് അകത്തൊന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് തരേണ്ടത്. ഷിൻചേട്ടനാണ് വരുന്നതെങ്കിൽ ഷിൻചേട്ടന്റെ ഫോൺ ലൊക്കേഷൻ വെച്ച് വീണ്ടും ലോക്കായി. ലൊക്കേഷൻ വെച്ച് ഇത് അൺലോക്ക് ആവും. അത് മാത്രമല്ല, ഇവിടെ വരുമ്പോ AC തനിയെ സ്റ്റാർട്ട് ആവും. ഇവിടെ നിന്ന് ഒരു എത്ര മീറ്റർ കഴിയുമ്പോൾ 100 മീറ്റർ പുറത്ത് പോയി കഴിഞ്ഞാൽ AC ഓഫ് ആവും. അങ്ങനെ കിടിലൻ രീതിയിലാണ് ഈ ഒരു ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് സ്വിച്ച് ആണല്ലേ? അതെ, നമ്മൾ വർക്ക് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിലാക്സ് മോഡാണ്. ഇവിടുത്തെ മുഴുവൻ നിറവും മാറി. ആ ഒരു വർക്ക് സ്പേസ് എന്നുള്ള ഒരു മൂഡ് മാറി അല്ലേ? ഇവിടെ സിനിമ ഒക്കെ കണ്ടോണ്ടിരിക്കും. സ്മാർട്ട് മോണിറ്റർ ആണ്. അതെ, ഇത് സ്മാർട്ട് മോണിറ്റർ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ സാംസങ്ങിന്റെ ഒരു സ്പെസിഫിക് മോഡലാണ്. നമ്മുടെ നോർമൽ TV അല്ല, പകരം ഒരു മോണിറ്ററിൽ ഒരു സ്മാർട്ട് ഫീച്ചേഴ്സ് ഒക്കെ കയറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് വേണത് ഇവിടെ വേറെ ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്ത് സാധനം? ഇത് നമ്മൾ ഈ ഐഫോണിന്റെ ഗ്ലാസ് ബ്രേക്ക് ആവുന്നത് റീപ്ലേസ് ചെയ്യുന്ന മെഷീനാണ്. അതായത് നമ്മൾ പുതിയ ഫോണിന്റെ ഇപ്പം ലേറ്റസ്റ്റ് മോഡലൊക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് പൊട്ടി പോകുന്നതൊക്കെ നമുക്ക് സേഫായിട്ട് മാറിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. അതേപോലെ ഇതൊക്കെ ഇവിടെ നമ്മുടെ എയർപോർട്സിന്റെ ബാറ്ററി കംപ്ലൈന്റ് വരുന്നത് മാറുന്നതാണിത്. ഇത് എയർപോർട്സിന്റെ ബാറ്ററിയാണ്, ചെറിയ ബാറ്ററിയാണ്. ഇത് എയർപോർട്സിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. അതുപോലെ ആപ്പിൾ വാച്ച് ഉണ്ട്. ആപ്പിൾ വാച്ചിന്റെ ബാറ്ററി, ഇതൊക്കെ ആപ്പിൾ വാച്ചിന്റെ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഇത്രയും ചെറിയ സാധനങ്ങളാണല്ലേ ഇതിലൊക്കെ വരുന്നത്. അതെ അതെ അതെ. ഓ, എയർപോർട്സ്. ഓ, ഇതിങ്ങനെ അഴിച്ചിട്ട് അഴിച്ച് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഓ, അതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ ചുമ്മാ പൊട്ടിച്ച് കളയാറല്ലേ ഉള്ളൂ. എയർപോർട്സ് എല്ലാം നമുക്ക് ഇതുപോലെ ബാറ്ററി കംപ്ലൈന്റ് വന്നിട്ട് ഒരുപാട് ഇപ്പൊ വരുന്നുണ്ട്. അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് ആപ്പിളിന്റെ സർവീസ് സെന്ററിൽ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ആപ്പിളിന്റെ സർവീസ് സെന്ററിൽ ആപ്പിൾ വാച്ചിന് എയർപോർട്സിലൊന്നും തന്നെ ഓപ്പൺ ചെയ്ത് ഒരു റിപ്പയറും ഇല്ല. വാറന്റി പീരീഡിൽ ഒരു പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്കിത് ഡിവൈസ് വെറുതെ കളയാതെ നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ആപ്പിൾ വാച്ചിന്റെ ഗ്ലാസ് ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗ്ലാസ് താഴെ വീണിട്ട് തട്ടിയിട്ടൊക്കെ ഗ്ലാസ് ബ്രോക്കൺ ആവുന്നുണ്ട്. നമ്മൾ അത് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആപ്പിൾ വാച്ചിന്റെ ക്രൗൺ കംപ്ലൈന്റ് വരുന്ന റിപ്പയർ ചെയ്യാം, സ്വിച്ച് കംപ്ലൈന്റ് വരുന്ന റിപ്പയർ ചെയ്യാം. ഇപ്പോ നമ്മള് ഇതേപോലെയാണ് ഈ ഗ്ലാസ് വരുന്നത്. ഇത് മുഴുവൻ ഇത് നമ്മൾ മാറുന്നതാണ്. ആപ്പിൾ വാച്ചിന്റെ ഗ്ലാസ് കംപ്ലൈന്റ് ഇതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ട് ഇത് ഇത്രയും നമ്മൾ മാറ്റിയതിന്റെ ഒക്കെ പൊട്ടിയ അതിന് ആപ്പിളിന്റെ സർവീസ് സെന്റർ ആപ്പിൾ വാച്ച് ഒരു തരത്തിലുള്ള റിപ്പയറും ആപ്പിളിന്റെ സർവീസ് സെന്റർ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആപ്പിൾ വാച്ച് ഇൻ വാറന്റിയിൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വാച്ച് റീപ്ലേസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പൊട്ടിയ നമ്മുടെ കഴിഞ്ഞാല് വാച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം അവിടെ കൊടുത്തിട്ട്. അത് പക്ഷേ വാച്ച് വാങ്ങിക്കുന്ന പൈസയോ പഴയ വാച്ച് തിരിച്ചു കൊടുത്തിട്ട് വേറെ വാച്ച് വാങ്ങിക്കാം. പക്ഷെ അത് കോസ്റ്റ്ലിയാണ്. അത് നമുക്ക് ഒരിക്കലും അതിന്റെ കോസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏകദേശം ഒരു വാച്ച് മേടിക്കുന്നതിന്റെ പൈസയോ. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് വാച്ച് റിപ്പയർ ചെയ്തെടുക്കാം. ഓക്കെ,
ഇത് മാക് മിനി ആണ്. മാക് മിനിയുടെ റിപ്പയർ നമ്മൾ മാക് മിനി റിപ്പയറിങ്, മാക് മിനി അപ്ഗ്രേഡിങ്, അതേപോലെ ഐമാക്കിന്റെയും മാക് പ്രോയുടെ എല്ലാ അപ്ഗ്രേഡിങ്ങും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹാർഡ്വെയർ SSD മാറ്റിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പഴയ ഡിവൈസുകൾക്ക് OS സപ്പോർട്ട് ഇല്ലാത്ത ഡിവൈസുകൾക്ക് നമ്മൾ കസ്റ്റം OS വെച്ചിട്ട് പുതിയ OS ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആപ്പിളിന്റെ A to Z സർവീസുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കും എന്നർത്ഥം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്പിൾ റിലേറ്റഡ് പ്രോഡക്ട്സ് കയ്യിലിരിപ്പുണ്ട്, ശരിയാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, അതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ആപ്പിൾട്രോണിക്സിലേക്ക് വരാം. എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. ഇനി ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഷിജി ചേട്ടനെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ? അതെ. കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇന്നതാണ് എന്റെ ഡിവൈസിന്റെ കംപ്ലൈന്റ്, അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള സംശയങ്ങൾ ഹാർഡ്വെയർ സംബന്ധമായിട്ടാണ്. ഹാർഡ്വെയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾ വാട്സാപ്പിൽ ഒരു വീഡിയോയോ ഫോട്ടോയോ ഞാൻ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇന്നതാണ് കംപ്ലൈന്റ്, ഇത് ഇത്ര രൂപയ്ക്ക് ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വാട്സാപ്പിൽ കൂടെ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ ആപ്പിൾ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ ആപ്പിൾട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡിവൈസുകൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിനുള്ള കംപ്ലൈന്റിനെ കുറിച്ചുള്ള വീഡിയോകൾ ചിലപ്പോൾ ആ ചാനലിൽ കാണും. അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ സർവീസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടവരെ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതെ, തീർച്ചയായും. അത് വിളിക്കരുത് കേട്ടോ, കാരണം അതെ, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. കാരണം ആള് ഇവിടെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയേക്കാം, വർക്കിനെ തടസ്സപ്പെടുത്താം. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാം.